ശ്രീമതി ദീപാനിൽ കോൺഗ്രസ് കുഴിച്ച കുഴിയിലേക്ക് അൻവർ വീഴുകയായിരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അൻവർ തീരുമാനം പറയുന്ന പക്ഷം UDF തീരുമാനം പറയും, ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോൾ ഈ അൻവർ ഉണ്ടാക്കിയ പ്രതിസന്ധി അതിൽ സ്വാഭാവികമായും കോൺഗ്രസിനും ഉത്തരം പറയേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആ സമയം മുതൽ അൻവർ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ, അതിനുശേഷം UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ 3 ദിവസത്തെ സമയത്തിന്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അത് കഴിഞ്ഞാൽ അൻവർ എന്ത് പറയും എന്നതടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ അൻവർ കലാപം കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിക്കും, UDFന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. നോക്കൂ, ശ്രീ PV അൻവർ എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ ഒരു കക്ഷിയെ ആയിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗമായിട്ട് മന്ത്രി ആയിട്ടിരുന്ന അവരുടെ ഭാഗമായിട്ടിരുന്ന ഒരാളാണ് ശ്രീ PV അൻവർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയുക എന്നത് പറയുന്നത് പോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ട് ബന്ധപ്പെട്ട മലയോര മേഖലകൾ അല്ലെങ്കിൽ വനമേഖലകളിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഉദാസീനമായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വരികയും അദ്ദേഹത്തിന് അറിയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും കുറിച്ച് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഇദ്ദേഹത്തെ കുഴിയിലാക്കുന്നത്? ഇദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വളരെയധികം മോശമായിട്ട് ഉന്നയിച്ചിരുന്ന ഒരാളാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടിരുന്നപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ചെയ്തിരുന്ന ഒരാളിനെ കുഴിയിലാക്കാനായിട്ട് കോൺഗ്രസ് എങ്ങനെയാണ് ശ്രമിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായ കുറേ നിലപാടുകളിലുള്ള വിരുദ്ധമായ അഭിപ്രായം കൊണ്ട് പുറത്തേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹം പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതി ആരോപണങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അവർ ബദ്ധശത്രുക്കളായി മാറുന്നു. അതിന് കോൺഗ്രസിന് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നത് പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധതയാണ്, അഴിമതിയാണ്. ഇത് രണ്ടും ഒരു ഡയറക്ഷനിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ശ്രീ PV അൻവർ അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് UDF ഞങ്ങളുടെ സഖ്യകക്ഷിയായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെയാണല്ലോ ഇപ്പോൾ പ്രശ്നം വന്നേക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരേ അഭിപ്രായമുള്ള ആളുകളാകുമ്പോൾ ഒരുമിച്ച് പോകുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം ഞങ്ങളുടെ UDFൽ വന്നു. UDF മുന്നണി എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പുള്ള ഒരു മുന്നണിയാണ്. അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 24 മണിക്കൂറിനകം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതുവരെയും അവിടെ സ്വതന്ത്രനെ നിർത്തണോ അതോ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്നുള്ള ആശങ്കയിലായിരുന്നു CPM എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിനിവിടെ ഒരു കാരണവശാലും ഇവിടെ UDF ഒരു ഘട്ടത്തിലും പ്രതിസന്ധിയിലല്ല. അത് സ്ഥാനാർത്ഥി നിർണയത്തിലാവട്ടെ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള മറ്റ് നിഗമനങ്ങളിലാവട്ടെ അല്ലെങ്കിൽ തീരുമാനങ്ങളിലാവട്ടെ ഒറ്റക്കെട്ടായിട്ട് പാർട്ടി നിൽക്കുകയാണ്, മുന്നണി നിൽക്കുകയാണ്. ഇവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബഹുദൂരം പ്രചാരണമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ തുടക്കം പോലും ആവാൻ കഴിയാത്ത ആളുകളും സ്ഥാനാർത്ഥിയെ തപ്പിക്കൊണ്ടിരിക്കുന്നവർക്കും ഒരുപക്ഷെ ആശങ്കകൾ ഉണ്ടാവാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം നിലമ്പൂരിലെ ജനങ്ങൾക്ക് UDF എന്താണെന്നും ആ കെട്ടുറപ്പ് എന്താണെന്നും അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ എന്താണെന്നുമുള്ള വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ളതിന് ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും 100% ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും അന്നും ഇന്നും ഉള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും.